ഇന്ന് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അമ്മച്ചിമാർ ഉണ്ടാക്കി തന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ റാഗിപ്പൊടിയാണ്. 2 വലിയ ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ഗ്ലാസ്സിന് മേലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വലിയ ഗ്ലാസ്സിലാണ്. എന്നിട്ട് കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 ചെറിയ കൽക്കണ്ടത്തിൻ്റെ കഷ്ണമുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓണാക്കാം കേട്ടോ. ഇളക്കിക്കൊണ്ടേയിരിക്കുക, അപ്പോൾ ഇത് കട്ട പിടിക്കില്ല കേട്ടോ. തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് 5 ഈന്തപ്പഴം കുരു കളഞ്ഞുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പാത്രത്തിലോട്ട് പകർത്തി മാറ്റാം കേട്ടോ. ഒത്തിരി തിക്കായിട്ടല്ല, എന്നാൽ ഒത്തിരി ലൂസും ആയിട്ടല്ല കേട്ടോ എടുത്തേക്കുന്നത്. റാഗി കുറുക്ക് ഞാനിവിടെ പകർത്തി മാറ്റി വെച്ചേൻ്റെ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ഒരു കുറുക്കാണിത്. ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ആ ഈന്തപ്പഴവും അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ കൂടെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. റാഗിയുടെ മാത്രം പ്ലെയിൻ ഫ്ലേവർ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ വീഡിയോയും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.